നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ വരാം. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ചിലപ്പോൾ ചില സംഗതികൾ നടന്നെന്നൊക്കെ വരാം. പക്ഷെ നിരന്തരമായി പറയുന്ന ഈ അധമമായ സംസാരം ഉണ്ടല്ലോ, ഒഴിവാക്കണം. യിരെമ്യാവിനോട് കർത്താവ് കൃത്യമായിട്ട് പറയുക, കാര്യം യിരെമ്യാവേ, നിങ്ങൾ പ്രവാചകനൊക്കെയാണ്, നിങ്ങൾ ഭയങ്കര ദൈവശബ്ദം പറയുന്നയാളാണ്, സത്യമാണ്. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു പരാജയമില്ല, സംഗതി ശരിയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ പറയുന്ന അധമമായ കാര്യങ്ങളുണ്ടല്ലോ, അത് ഒഴിവാക്കണം. നീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരോടും വളരെ നിയോഗത്തോടെ ദൈവം എനിക്ക് തരുന്ന ആ ഭയങ്കര പ്രേരണയ്ക്കകത്ത് നിന്ന് ഞാൻ പറയാം, നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടേണ്ടത് അധമമായ കാര്യങ്ങളല്ല, നിഷ്ക്രിയമായ കാര്യങ്ങളല്ല. ഹല്ലേലൂയ. അതിനെ നമ്മള് വിവിധ ഭാഷകളിലേക്കൊക്കെ പോകുമ്പോ വർത്ത്ലെസ് ടോക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, ഈവിൾ ടോക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ടോക്കിംഗ് നോൺസെൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അവസാനിപ്പിക്കണം. മക്കളെ കുറിച്ച് പറയുന്ന അധമമായ കാര്യങ്ങൾ അവസാനിപ്പിക്കണം. ആരോഗ്യത്തെ കുറിച്ച് പറയുന്ന അധമമായ കാര്യങ്ങൾ അവസാനിപ്പിക്കണം. കുടുംബത്തെ കുറിച്ച് പറയുന്ന അധമമായ കാര്യങ്ങൾ അവസാനിപ്പിക്കണം. മിനിസ്ട്രിയെ കുറിച്ച് പറയുന്ന അധമമായ കാര്യങ്ങൾ അവസാനിപ്പിക്കണം. വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്ന അധമമായ കാര്യങ്ങൾ അവസാനിപ്പിക്കണം. ഭാവിയെക്കുറിച്ച് പറയുന്ന അധമമായ കാര്യങ്ങൾ അവസാനിപ്പിക്കണം. അപ്പൊ ചോദ്യം, കർത്താവ്, ഈ അധമമായ കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉത്തമമായത് സംസാരിക്കണം. മലയാള ബൈബിൾ അത് അങ്ങനെ എഴുതിയിരിക്കുന്നത്. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ